ഹലോ. ഇനി ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച് സംസാരിക്കാനിരുന്നൊന്നല്ല, പക്ഷേ സംസാരിച്ച് തുടങ്ങിയാൽ ഒരു പക്ഷേ തീരാത്തൊരു ടോപ്പിക് മാത്രമല്ല, ഇത് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ ഉണ്ട്, അത് ബാക്കിയുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു ബിഹേവിയറിനെ പറ്റി നമുക്ക് സംസാരിച്ചോ. അങ്ങനെ ഒരു ബിഹേവിയർ ഉള്ള ഒരാളാണ് ഞാനൊരു സോഷ്യൽ പേഴ്സൺ ആണ്. ഞാൻ ആളുകളായിട്ട് സംസാരിക്കും. അത്യാവശ്യം ഇൻട്രോവേർട്ട് അല്ലാണ്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഒക്കേഷണലി നമ്മൾ ഇൻട്രോവേർട്ട് ആവട്ടെ, അത് പറയാൻ പറ്റില്ല. മാത്രം അതായത് പുള്ളിക്കാരി ഇപ്പോൾ ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല എന്നുള്ളൊരു ഫീലൊക്കെ തോന്നും. സോ ഇപ്പോൾ എന്നെ, അതായത് എൻ്റെ കൂടെ അത്രയും കമ്പനി ആയിട്ടുള്ള ഒരാൾ ഒരു 6 മന്ത്സ് കഴിഞ്ഞു. ഒരു 6 മന്ത്സ് ഞാനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സ് അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു മിനിമം ടൈം പീരീഡ് പറയാം കേട്ടോ. 6 മന്ത്സ് ഞാനുമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷനും ഇല്ല. ഫോൺ കോൾസ് ഇല്ല, മെസ്സേജസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ 6 മന്ത്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുമ്പോൾ എനിക്ക് ആ സെയിം വൈബ് ഉണ്ടാവും. പക്ഷെ ആ ഒരാൾക്ക് ആ ഒരു സെയിം വൈബ് കിട്ടണം എന്ന് യാതൊരു നിർബന്ധമില്ല ഗൈസ്. ബിക്കോസ് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ ആ ഒരു സിറ്റുവേഷനോട്ട് ഇറങ്ങിയും പോവില്ല. പക്ഷെ ആളുടെ ഒരു ക്യാരക്ടർ വെച്ച് ആ ആൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരത്തില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ടാണ് നമ്മൾ കടന്നു പോവുക. തൊട്ട് അതിൽ നിന്ന് നമ്മൾ എത്രമാത്രം ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു, അത് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ഫീലിംഗ് ആണ്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കുറേ പേരപ്പോൾ വിചാരിക്കും നമുക്ക് അങ്ങനെ ഉള്ളതുകൊണ്ടല്ല ആക്ച്വലി മെസ്സേജ് അയക്കാത്തത്. ഞാൻ കാണുമ്പോൾ കുറേ പേർക്ക് അങ്ങനെ മെസ്സേജ് അയക്കാന്ന് വെച്ചാൽ മെസ്സേജ്, പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മെസ്സേജ് പോലെ അല്ലല്ലോ, അത് കണ്ടിന്യൂ ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റണം. അപ്പം അത് ഒരു നെഗറ്റീവ് ഫീലായിട്ട് എനിക്ക് തോന്നുന്നു. ചിലർക്കൊക്കെ തോന്നിയേക്കാം, പക്ഷെ അത് ശരിക്കും നെഗറ്റീവ് അല്ല. ഓക്കെ, അത് അവസ്ഥയാണ്. എനിവേ.